ഹലോ, ഈ വീക്കിൽ എൻ്റെ പ്ലാനായിരുന്നു കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലുള്ള അടുത്ത ഐറ്റമാണ് ഈ ഒരു ബ്രെഡ് പിസ്സ. ഈ വീഡിയോയിൽ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 4-5 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് പിച്ചിട്ട് കൊടുക്കണം. അതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒണിയനാണ്. ആ ഒണിയൻ ഇങ്ങനെ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പീസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഒരെണ്ണം മുഴുവനും എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ എടുത്തിട്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ഫുള്ളും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിനുള്ള ടോപ്പിങ്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പിസ്സ സോസ് കൂടിയാണ് ആവശ്യമായിട്ടുള്ളത്. പിസ്സ സോസ് ഞാൻ ഒരെണ്ണം വാങ്ങിക്കുകയാണ് ചെയ്തത്, അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പിസ്സ സോസ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ചില്ലി പൗഡറും ടർമറിക് പൗഡറും ഒക്കെ ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ റെസിപ്പീസിലെല്ലാം തന്നെ ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് മൊസറല്ല ചീസ് കൂടെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ സ്റ്റൗവിൽ വെക്കുക. അതിനുശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലൊന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം. അത് ഒരുപാട് തിക്കാവാതെ നോക്കട്ടെ, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. ഇനി ഭയങ്കര തിന്നായി പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അത് ആ ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ അടിഭാഗമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കമഴ്ത്തിയിടുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം ആ പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ടതിന് ശേഷം വീണ്ടും പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഹെൽപ്പറൊക്കെ ഇവിടെ റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടോപ്പിങ്സ് ഇടാനുള്ള ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിതൊന്നും ചെയ്യണത് ഭയങ്കര ഒറ്റയ്ക്കിരുന്ന് റിലാക്സ് ചെയ്തിട്ടൊന്നുമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതും ചെയ്തു പോവുകയാണ്. അപ്പോൾ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ടോപ്പിങ്സ് ഇടാനുള്ള അയ്മൻ്റെ ചാൻസാണ്. അങ്ങനെ അയ്മൻ ടോപ്പിങ്സൊക്കെ ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമ വേണം കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അയ്മൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ആളും ഒരു ചാൻസ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവനും കൂടെ കയറുമായിരിക്കും. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞു. അടുത്തത് ചിക്കനാണ്. അവനിങ്ങനെ സ്ലോ മോഷനിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ക്ഷമിച്ച് പിടിച്ച് നിൽക്കണുണ്ട്. അങ്ങനെ ആ ഒരു ചിക്കനും എല്ലാ ടോപ്പിങ്സും ഇട്ടതിന് ശേഷം അടുത്തത് നമുക്ക് മൊസറല്ല ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. ഇത് ഇന്നെങ്ങാനും തീരുമോയെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഏതായാലും തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു മൊസറല്ല ചീസും ഇട്ട് കൊടുത്തു. അതിനും കുറച്ച് ടൈമൊക്കെ എടുത്തിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ സെർവ് ചെയ്തതിന് ശേഷം ആ ഒരു ഫൈനൽ ലുക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്നെ കൂടെ സന്തോഷിപ്പിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.